എന്റെ അടുത്ത് നിൽക്കുന്ന ആളല്ലേ? എപ്പോഴും ഇപ്പൊ ഞാനും ചരക്കാണേലും മുള്ളിയിൽ ഇടവും വലവും ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഞാൻ പി എ ആയണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കാന്ന് വിചാരിച്ചു. ശരിക്കും എന്താ എന്താ പരിപാടി? കൺമണിയുടെ പരിപാടി എന്താ? കൺമണി മുരളി ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ മുരളി അണ്ടി പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 1 5 അണ്ടി മൊത്തത്തിലുണ്ട്, മനസ്സിലായില്ലേ? ആകെ ഒരു മരമേ ഉള്ളൂ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് വന്ന് പറക്കി എടുത്തോണ്ട് തല്ലി കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ അതിന് തല്ല 2 സ്റ്റാഫ്, അതിന്റെ പേരിൽ ഒരു പി എ, അതിന്റെ പേരിൽ ഒരു ഗോഡൌൺ, മനസ്സിലായില്ലേ? പിന്നെ മാത്രമല്ല മുള്ളിയിൽ അണ്ടി തല്ലാൻ വന്ന പലരിലും ഇപ്പം മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആണോ? ലാസ്റ്റ് അണ്ടി തല്ലാൻ വന്നതാണ് നമ്മുടെ ഈ കുക്കു. കുക്കുന്റെ അമ്മ കേസ് കൊടുത്തിട്ടുണ്ട് അണ്ടി തല്ലാൻ വന്നിട്ട് മിസ്സിംഗ് ആണ്, മനസ്സിലായില്ലേ? പിന്നെ ഈ ഇടയ്ക്ക് ഏലിയൻ മഠത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയായിരുന്നു തല്ലാൻ വേണ്ടിട്ട്. ബാബു ഈ ഒരു കാര്യം പറഞ്ഞ ബാബു, നമ്മൾ സംസാരിക്കുമ്പോ എല്ലാരും ഒരുമിച്ച് മുരളിയുടെ ഈ പറഞ്ഞ തനി സ്വഭാവം എന്തുവാണെന്ന് എന്റെ അടുത്ത് ചോദിച്ചതാണ്, ഞാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു. ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഈ കുട്ടിയോടോ ഈ ശരിക്കും സംഭവം എന്താണെന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ പറയുമായിരുന്നു ലാസ്റ്റ് ആയിട്ട് അണ്ടി ഇതെല്ലാം വന്നതാണ് കുക്കു. ഇപ്പൊ കുക്കു എവിടെയാണ്? മനസ്സിലായില്ലേ? ആകെ ഞാൻ പറഞ്ഞില്ല, ഒരു മരത്തിലുള്ള ആകെ 5 അണ്ടി ഇതെല്ലാം വേണ്ടി 50 പേരെ എടുത്തിട്ടുണ്ട് ഇതുവരെ. എങ്കിൽ ഒരാള് കറക്റ്റ് ഒരു മാസം നിന്നിട്ടില്ല. ഇതിപ്പോ നമ്മള് ജോലി എടുക്കുന്നതിന് ഫ്രീ ആയിട്ട് ഒരു ന്യായമായ ഒരു ഇതല്ല. മറ്റേ 35 പേരുള്ള മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയില് 34 പേര് നമ്മളെല്ലാം കഷ്ടപ്പെടും, ആള് മാത്രം പണിയെടുക്കും. അത് പാവെന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കുണ്ട്? എന്തുകൊണ്ടാണ് കുട്ടി പാവെന്ന് പറഞ്ഞത്? ഇല്ല, എന്തുകൊണ്ടാണ് പാവെന്ന് പറയുന്ന റീസൺ പോയാ കൊണ്ടുപോയിട്ടോ? എന്തുകൊണ്ടാണ് റീസൺ എന്തിനാണ്? അല്ല, എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, കൊറേ ഇതേപോലെ കൊറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലല്ല, അങ്ങനല്ല. 10 കോടി രൂപ തന്നിട്ടില്ല, ഫസ്റ്റ് കേസ് തന്നിട്ടില്ല, തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്താണ് ചെയ്തത്? 10 കോടി രൂപ തരാന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം തരുന്നവരെല്ലാം പാവങ്ങളാവൂ. കുട്ടി ഞാൻ 50 കോടി തരാം, ഒരു 25 കോടി ഞാൻ പാവല്ലേ? രായൻ അതിലും പാവമായി, രാതിലും പാവമായി. അപ്പൊ നീയാണ് ഏറ്റവും പാവം, പഞ്ചപാവം. കുട്ടി ഇതൊന്നും പാവമല്ല, ഇതൊക്കെ പാപമാണ്. ഇത് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു അന്ന് കുട്ടിക്ക് തിരിച്ചറിവ് വരും. ഈ കസാരയിട്ട് കഴിഞ്ഞ ആഴ്ച അവൻ ഒരു 2 കോടി അണ്ണന്റെ അടുത്തൊന്ന് ചോദിച്ചു. അവൻ മാസ്ക് ഇട്ട് നടക്കണ എന്തെന്ന് അറിയോ? അടിച്ച് കാവാലം പൊളിച്ചു. 2 പല്ലില്ലേ? അവന് പല്ലില്ല, അവന്റെ മാസ്കിനകത്താണ് പല്ല് വെച്ചേക്കുന്നത്. നോക്ക്, അയ്യോ രക്ഷകൻ വന്ന് മാറിക്കൂടെ? രക്ഷിക്കാൻ ബാറ്റ്മാൻ ഉണ്ട്. 2 കോടി രൂപ പ്രശ്നമാണ്. 2 കോടി കൊടുത്താ ഇവിടെ ഇതൊക്കെ മനസ്സിൽ വെച്ചിരുന്നത് നമ്മള് പറഞ്ഞൊന്നും പറയാനൊന്നും വേണ്ട. നമ്മളെ കൂട്ടത്തിലുള്ളവര് മാത്രം താഴ്ത്താടാ, നമ്മളെ കൂട്ടത്തിൽ മാത്രം ഇതെല്ലാരും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഓവറാവും. മാത്രമാണ് അഡ്മിൻസിന്റെ വേഷവും എല്ലാം അവിടെ മൊത്തം ഒരു നമ്മളെ കുടുംബക്കാരും സംസാരിക്കും, വെളിയിലുള്ളവര്. ബാബു കാര്യം കറക്റ്റായിട്ടങ്ങ് പറ. അല്ല അതെ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇങ്ങോട്ട് ഓടി വരുന്നവൻ തന്തയില്ലാത്തവനാണ്. ഇനി ഇങ്ങോട്ട് ഓടി വരുന്ന ആരാണേലും ഇവിടെ എത്തിട്ടോ തിരിഞ്ഞു പോകണം. ഇനി നമ്മൾ നിൽക്കുന്നിടത്തോട്ട് വരുന്നവൻ ഇനി പിറകെ മണപ്പിച്ചു വരുന്ന തന്തയില്ലാത്തവൻ തന്നെയാണ്. അത്രേ ഉള്ളൂ. കേൾക്കണമല്ലോ, ഇവരല്ലേ അവിടെ ഇരുന്നത്? പുറകെ വരുന്നവൻ കൊള്ളാം. അപ്പൊ കുട്ടിക്ക് എന്താണ് വാസുണ്ണനെ പറ്റിയുള്ള അഭിപ്രായം? എന്താണ്? ഒരു ദിവസത്തെ പരിചയമല്ലേ ഉള്ളു. എന്റെ പൊന്ന് ബ്രോ, ഞാൻ ഒരു കാര്യം പറയാം. ചാറ്റിൽ RP പഠിപ്പിക്കാൻ വരുന്ന ഒരുത്തന്റെ ചാറ്റ് വായിക്കുന്നില്ല കേട്ടോ. RP കളിക്കുന്നത് ഞാൻ കുറച്ചു കാലമായി, ഞങ്ങൾ എല്ലാരും കുറച്ചു കാലമായി. ഞങ്ങൾക്കറിയാം എങ്ങനെ RP കളിക്കണം. ദൈവം ഇത് പഠിപ്പിക്കാൻ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, മനസ്സിലായോ? വില ലീഡറിന് എങ്ങനെയാണ് വില കൊടുക്കുന്നതെന്നും വില കൊടുക്കേണ്ടതെന്നും അറിയാം നമുക്ക്, മനസ്സിലായോ? ലീഡറിന്റെ വാല്യൂ പോയി. തേങ്ങ ഇത്രയും കാലം നീയൊക്കെ കയറി വന്ന് കളിയടാ. നമ്മള് പറഞ്ഞ
അങ്ങനെയല്ല കൊറേ ആയി. നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ആവണോ? 2-3 നാൾ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും RP ഉണ്ടാക്കാൻ വരുമ്പോ ഫണ്ടില്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പൊ. ഇത് ഇന്നലെ കാണാൻ തുടങ്ങിയവനാണ് ഇവന്മാർക്ക് പ്രശ്നങ്ങള്. വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ഇവിടെ RP ആയിട്ട് ചെയ്യുന്നത്. അങ്ങോട്ട് ഇവിടെ തമ്മിൽ പാര വെക്കും, മനസ്സിലായോ? അങ്ങോട്ട് ഇവിടെ പാര വെച്ച് തന്നെയാണ് RP ചെയ്യുന്നത്. ഇന്നലെ കണ്ടുണ്ടാക്കാൻ വന്നവനാണ് ഈ കിടന്ന് കൊണയ്ക്കുന്നത്. താല്പര്യമില്ലേ കാണണ്ട, നീ കോച്ചിങ് ഇവിടെ ഉണ്ടാക്കണ്ട. തെറിയും ഞാൻ വിളിക്കും. പെട്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യൂലോ, അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി? അവര് പറയില്ല ഒരു ടൈം വേണം എന്ന് മനസ്സിലാക്കിയിട്ടേ നമുക്ക് ഓക്കെ പറയാൻ പറ്റൂ എന്ന് പറയൂലേ. ആ സെയിം സാധനം ഇപ്പൊ സരക്കണ്ണ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പൈസക്കൊക്കെ കുറച്ച് അത്യാവശ്യമായിരുന്നു. അപ്പൊ ഞാൻ കൊറേ ജോലിയൊക്കെ നോക്കി. എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല. കുട്ടി നോക്കിയ ഒരു ജോലി പറഞ്ഞേ. ഞാൻ നേരത്തെ PA ആയിരുന്നു. ഹലോ ബൽറാമിന്റെ. പുള്ളിയല്ലേ ഇപ്പൊ അന്വേഷിച്ചു കിടക്കുന്നേ? ഞാൻ സരക്കണ്ണോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഹലോ എസ്കാർഡിയുടെ വന്ന് അപ്പൊ കാര്യത്തോടെ നമ്മൾ പറഞ്ഞു വന്നത് കറക്റ്റ് മനസ്സിലായില്ല ആരൊക്കെ. നമ്മള് പറഞ്ഞത് ഒരു ഇവിടെ നമ്മുടെ ഫാമിലിയുടെ ഒരു ഇതാണല്ലോ, ബിസിനസ് ആണല്ലോ ഈ അണ്ടി ഫാക്ടറി പറഞ്ഞത്. അതിന്റെ അകത്ത് ഒരാളുടെ അവിടെ അപ്പോയിന്റ് ചെയ്യുമ്പോ നമ്മളൊന്നും അറിയണമല്ലോ. ഫസ്റ്റത്തെ കാര്യം നമ്മളത് അറിഞ്ഞിട്ടില്ല, കണ്ടിട്ട് പോലും ഇല്ല. അത് നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്കത് ബാഡായി. മനസ്സിലായില്ലേ? അതൊന്നും നമുക്ക് ബാഡായി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി വേറെ ഇതിലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജോലി തന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി അടുത്ത ഇതിന്റെ പിറകെ വരുന്ന പ്രശ്നങ്ങളൊന്നും വാസു നോക്കത്തില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം ബാക്കിയുള്ളവരുടെ തലയിലാണ് വരുന്നത്. ആളിങ്ങനെ ഒരു PN ആക്കി വെച്ചിട്ട് പറയും നാളെ ശമ്പളം കിട്ടത്തില്ല. ഇതിന്റെ പിറകെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അത് എല്ലാം നമ്മൾ മാത്രമല്ല കുട്ടിയുടെ അഭിപ്രായമാണ്. മനസ്സിലായില്ലേ? കാരണം ഇതിനു മുമ്പേ വെച്ച PA-മാരുടെ എല്ലാരും പേരിൽ കേസ് വന്നു. കൺമയുടെ പേരിൽ ഒരു കൊച്ചിന്റെ കേസ് വന്നു. കുക്കുവിന്റെ പേരിൽ PA എന്ന് പറഞ്ഞു വെച്ചത് കുക്കുവിന്റെ പേരിൽ കേസ് വന്നു. എലീനെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞ കേസ് വന്നു. ഭാര്യ പോലെയാണ് കണ്ടത്. എന്നിട്ട് ഫൈൽസ് വന്നപ്പോഴത്തേക്ക് ഒഴിവാക്കി. എന്നോട് സിംഗിൾ ആണെന്നാ പറഞ്ഞത്. അതൊക്കെ ആരെങ്കിലും പറയൂ. ഇതിപ്പോ കള്ളം പറയൂ. ഞാൻ കട്ടിട്ട് ഞാൻ എന്റെ തൊണ്ടി മുതലുണ്ടെന്ന് പറയൂ. അതും ശരിയല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മനസ്സിലായത്? അപ്പം ഇതൊന്നും അറിയാതെ ഇത്രയും കാര്യങ്ങൾ ഒറ്റ ദിവസത്തെ നടക്കുമ്പോഴത്തേക്ക് നമുക്കത് അല്ലേ അത് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുമല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ PD പോയി ചോദിക്കാം. പോട്ടെ, ഹേലി മാഡത്തിന്റെ ചോദിക്കാം. ഇപ്പൊ ഹെയിലി മാഡത്തിനാണ് കയ്യില് വളച്ചു വെച്ചിരിക്കുന്നത്. പോലീസ് കേസിൽ നിന്ന് ഊരാൻ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, താര എന്നിട്ട് ഇവിടുത്തെ PD ഓഫീസറായിട്ടുള്ള ഹെയിലി മാഡത്തിന്റെ ചോദിക്കുക വാസുവിനെതിരെ ഇപ്പൊ ഏതൊക്കെ ആക്റ്റീവ് കേസുകളുണ്ട് എന്നൊന്നും. അല്ല, അത് ഞാൻ അറിഞ്ഞായിരുന്നു. അത് അറിഞ്ഞിട്ടാണ് രണ്ടുപേരെ കിഡ്നാപ്പ് അത് പക്ഷെ കുക്കുപിയായിരുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എങ്ങനെ വെറുതെ ഒരാളെ കിഡ്നാപ്പ് ഒന്നും വേണ്ട. താര പോയിട്ട് അവിടുത്തെ ഹെയിലി മാഡത്തിനോടൊന്ന് ചോദിക്കണം, ഞാൻ ഈ പുള്ളിയുടെ PA ആവുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമെന്നൊന്ന് ചോദിക്കണം. മനസ്സിലായില്ലേ? ഹെയിലി മാഡം സംബന്ധിച്ച് നമുക്ക് ഒരുമിച്ച് എങ്ങോട്ട് ചേർക്കണം? ഹെയിലി മാഡത്തിന്റെ നമ്പർ ഉണ്ടാണ് അതിന്റെ? ഇല്ല, ഞാനിപ്പോ പിള്ളേരുടെ നമ്പർ ഒന്നും ഫോൺ ചെയ്യാം. ഇനി അതുമല്ല ബാല കഴിഞ്ഞ കേസ് അറിയാല്ലേ, മറ്റേ കൊച്ചു കൺമണിയുടെ കൊച്ചിന്റെ കേസ്. അതുപോലെ ഇനി വീണ്ടും പെട്ടെന്ന് ഓടാൻ വയ്യ ബാല. അതുമല്ല കഴിഞ്ഞ ദിവസം ഗ്യാങ് ഹൗസിൽ വന്നിട്ട് വീടിക്ക് അകത്ത് കയറണമെന്ന് പറഞ്ഞു കണ്ടല്ലേ. ഇതുവരെ ഇന്നേ വരെ നമ്മുടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുവരെ എത്തിയപ്പോ പിന്നെ പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ PA ആയിട്ട് പിന്നെ അവിടെ നിന്ന് മാറി എന്നൊക്കെ ജീവിതത്തിൽ വേറൊരു ജോലി കിട്ടൂല. പിന്നെ താരക്ക് ഒന്നും മറ്റേ ബൽറാമിന്റെ PA ആയിട്ടിരുന്നത് നല്ലതെന്ന് തോന്നുന്നു. എന്നതെല്ലാം പൊന്നല്ല എന്ന് ഓർത്ത അത്രയും നല്ലത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്ന് അങ്ങനെ ആരെയും അങ്ങനെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ തിരക്കണ്ണന് എനിക്കൊന്ന് താരം നല്ലൊരു സിസ്റ്ററായിട്ട് എന്നെ ആൾറെഡി കണ്ടിരിക്കുന്നു. അതാണ് ഇങ്ങനെ അണ്ണ ഇത്രയും ഒരു കെയർ കൊടുക്കുന്നത് അല്ലേ അണ്ണാ? അല്ലല്ല മറ്റേ കാര്യം നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ നമ്മുടെ അടുത്താണല്ലോ അത് പ്രശ്നം. സരക്കണ്ണാണ് ആദ്യം കണ്ടത്.
അപ്പൊ ആ ഒരു അത് വെച്ചിട്ട് നമുക്കറിയാവുന്ന നമുക്ക് പറ്റുന്ന കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് ഇത് പറയൂ, ബാക്കി പിന്നെ ഹലോ സാർ ഇത് ബ്രോങ്കോ അല്ലേ? അതെ 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 മലയാളി ആറ്റ് നോറ്റൊരു ബ്രോങ്കോ എടുത്തായിരുന്നു, ഇപ്പൊ സമാധാനമായി. മറ്റേ മാഡം വന്നിട്ടുണ്ടോ? ഇവിടെ മറ്റേ പ്രൂഫും സാധനങ്ങളൊക്കെ വെളിയിൽ പോയത് കേട്ടോ. ഇല്ല അത് പോയാ പിന്നെ വീണ്ടും തലയില്ല, എങ്കിൽ പിന്നെ ഗ്യാങ് ഹൗസ് ഉൾപ്പെടെ ആ ചെറുക്കന്റെ പേരിലാവും. ഇത് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കഴിഞ്ഞു കഴിഞ്ഞു EMS ഒക്കെ വന്നല്ലോ. EMS ഒക്കെ എത്തി. ആരാണ് തീർന്നെന്നുള്ളത് പറയും. ഈ നിപ്പ് കണ്ടിട്ട് പീടിയാണ് എല്ലാരും ഡൗൺ ആയെന്ന് തോന്നുന്നു. പീഡിക്കാരൊന്നും വെളിയെ കാണാത്ത സ്ഥിതിക്ക് ഹേലി മാഡത്തിന്റെ ഒരു ബോഡിയുടെ മണം അടിക്കുന്നുണ്ട് ഇവിടെ. സ്പ്രേയുടെ മണം അടിക്കുന്നുണ്ട്. എപ്പോഴും മുലലിയുടെ വന്നു വന്ന് ഹേലി മാഡത്തിന്റെ മണം ഇപ്പൊ ഓക്കെയാണ്. കുറച്ച് കഴിയുമ്പോ താരയുടെ മണവും സെറ്റ് ആവുമായിരിക്കും അണ്ണാ. എന്താ ബാബു സേട്ട്? അല്ലല്ല പറഞ്ഞത് ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിന്നോണ്ട് ഹേലി മാഡം ഇവിടെ ഉണ്ടെന്ന് മണം വെച്ച് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും മുരളിയുടെ കൂടെ വന്നിട്ട് കേട്ടാ ഹേലി മാഡം മാത്രമാണ് കേട്ടോ വീണതപ്പോ. ഹേലി മാഡം മിസ് ചെയ്യണം കേട്ടോ. അണ്ണാ ചോദിച്ചാലേ കുഞ്ഞമ്മേരെ മോക്ക് ഇച്ചിരി സ്വരണം എടുക്കാൻ വന്നെന്ന് പറഞ്ഞാൽ മതിയേ. സാർ ഹേലി മാഡം ഉണ്ടോ സാർ? ഹെലി മാഡം ഉണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെലി മാഡത്തിന് മാത്രം ഒന്ന് വെള്ളിലോട്ട് വരാൻ പറയാം. സിറ്റുവേഷൻ കഴിഞ്ഞില്ലേ ഇപ്പൊ? നമ്മള് വെളിയിക്കാം. സ്വർണ്ണം എടുക്കാൻ എടുക്കാന്നൊന്നും പറയണ്ട, നമുക്ക് ഇവിടെ വരട്ടെ. മോശമാണോ? ഓ മോഷണം തന്നെ. കള്ളന്മാര് ഇവിടെ കള്ളന്മാരൊക്കെ കട്ടം പൊട്ടിച്ച് ജീവിക്കത്തുള്ളൂ. എത്ര കൊണ്ടുവരും അവന്റെ മറ്റേ മൂടാനുള്ള പൈസ ഉണ്ട്, ഇട്ട് മൂടാനുള്ള, എന്നാലും അവനൊക്കെ കട്ടായി ജീവിക്കുള്ളൂ. 5 പൈസ ഇല്ലെങ്കിലും പണിയെടുക്കാതെ ഇപ്പോഴും ജീവിക്കണ എന്നെ കണ്ടില്ലേ? അതെങ്ങനെ ആ മുതലാളിയുടെ ഗുണമല്ലേ കിട്ടത്തുള്ളൂ. അത് പിന്നെ ഞാൻ മുരളി എന്റെ അടുത്ത് മുരളി കാണിക്കുന്നില്ലേ ഞാനും കാണിക്കണം. കുറെ കാലമായിട്ട് പുള്ളിയുടെ കൂടെ അല്ലേ അടുത്ത കൂടെ അല്ലേ എപ്പോഴും നടക്കുന്നേ. പെണ്ണിന്റെ കാര്യം വരുമ്പോ അതെങ്ങനെ പെണ്ണിന്റെ കേസ് വരുമ്പോ എന്നെ പിടിച്ച് മറ്റേ മഞ്ഞ ടീഷർട്ട് മറ്റേ ചെക്ക് കളസും ഉണ്ടല്ലോ അത് എടുത്തിടിപ്പിക്കും, ഇട്ടിനടിപ്പിക്കും. നമ്മള് ഇവിടെ മറ്റേ പാണ്ടിപ്പട സിനിമ ഇട്ടിട്ടില്ലടാ. പാണ്ടിപ്പട സിനിമയിൽ മറ്റേ ദിലീപ് വരുമ്പോഴത്തേക്ക് മറ്റേ കരിയൊക്കെ എടുത്ത് പൊന്തേ തേച്ച് കൊടുത്തിട്ട് നീ കൂടെ വന്നു കഴിഞ്ഞാൽ പെണ്ണ് നിനക്ക് സെറ്റ് ആയത് അതാണ് ആള്. കറക്റ്റ് അതാണ് ആള്. മനുഷ്യരാടാ അല്ലേ. ബാബു സേട്ടിന് അണ്ടിയ ഫാക്ടറിയില് ജോലി എടുത്ത ശീലം ഉണ്ടല്ലേ? എനിക്ക് അവര് മുരളി തുടങ്ങി വെക്കുന്ന എല്ലാ കച്ചവടവും ഞാൻ തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. മാഡം ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കണ്ടോ? ഇപ്പൊ ഫ്രീ ആണോ മാഡം? സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ മാഡം എവിടെ സംസാരിക്കാൻ പറ്റും? വരാതിരിക്കുന്നതല്ലേ കുറച്ചൊരു ഒരാളുടെ മാഡം ഒന്ന് സിറ്റുവേഷനിൽ നിന്ന് മാറി. We are interacting with the citizens and will join you. ഞാൻ പോയി അങ്ങനെ ഒന്നും പറയുന്നു. ഇപ്പഴും എന്റെ ഇൻവെന്ററിയിലുള്ള സാധനങ്ങൾ എടാ ഇപ്പൊ സരക്കണ്ണ ഈഗിൾബ്രോയെ പാരവയ്ക്കും. ഇനി ഈഗിൾബ്രോയും സരക്കണ്ണ നിന്ന് എനിക്ക് പാരവയ്ക്കും. ഞാൻ ഈഗിൾബ്രോയിൽ നിന്ന് സരക്കണ്ണ പാരവയ്ക്കും. ഇത് യൂണിവേഴ്സൽ ലൂപ്പാണ്. മാഡത്തിന് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടാണ്. മാഡം കറന്റ് മാഡം മാത്രം നിന്നാൽ ഇത്തിരി നല്ലതായിരിക്കും. അതുകൊണ്ടാണ് പേഴ്സണൽ മാഡം സംഭവം വെച്ച് കഴിഞ്ഞാല് ഇത് ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുതുതായിട്ട് വാസു പി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയാണ് വന്നിട്ട്. ഈ കുട്ടി വന്നിട്ട് ഈ സിറ്റിയിൽ വന്നിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ സത്യം പറഞ്ഞ. മനസ്സിലായില്ലേ? കുട്ടി കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ പെട്ടിരിക്കുന്നുണ്ട്. നമ്മളത് കുറച്ച് സഹായം ചോദിച്ചു വന്നതാണ്. നമ്മള് ഹെൽപ്പ് ചെയ്യാന്നും പറയുകയും ചെയ്ത് അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഞാൻ ഇന്നലെ ആയപ്പോഴത്തേക്ക് ആളിനെ അറിയാലോ, വെള്ളം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിലുള്ള എല്ലാം വിളിച്ച് പറയാന്നുള്ള ഒരു നമ്പർ ഉണ്ടല്ലോ. മാഡത്തിന് അറിയാലോ. ഒരിക്കൽ വെള്ളം അടിച്ചിട്ട് മാഡത്തിന്റെ മോളിൽ കൂടി തോളത്ത് കയറി ഇരുന്ന ദിവസം നമ്മളെ ഫാമിലി വീട് വരെ വന്ന ഓർമ്മയുണ്ടോ മാഡത്തിന്?
ചെറുക്കണ്ണ അന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ അവിടെ. അപ്പൊ Sir, 1 അതേപോലെ minute. I'll unlock the vehicle and come. Sorry. അതുപോലെ ഈ ആള് പോയി നമുക്ക് ഇവിടെ വിളിച്ചോണ്ട് എവിടെയെങ്കിലും പോവാൻ അതാണ് നല്ലതാണ്. ഇതിന്റെ ഇടയിൽ കൂടി ഞാൻ ജൂവലറി അടിക്കണം അല്ലേ? ഞാൻ ഇനി കള്ളനാവണം അല്ലേ? ഇനി കള്ളനാവണം. ഏലി മാഡം കാണിച്ചു ശരി. നമ്മളെപ്പോഴും ചെയ്യത്തില്ലടാ, അത് എപ്പോഴും ഇപ്പൊ ഒന്നിന് പോവല്ലേ, ഇപ്പൊ ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. ഇവിടെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പരിപാടി എടുക്കട്ടെ, നിങ്ങളെ പരിപാടി എടുക്കട്ടെന്ന്. No, the vehicle. മാഡത്തിന്റെ അല്ല, മാഡത്തിന്റെ നമുക്കും കേക്കാം. നിന്നോടാ ഇത് ഈ സാറിനെ കൂടി പറഞ്ഞിടോ. ഇത് സാറല്ലേ, അപ്പം മാഡം അപ്പൊ അന്ന് മാഡത്തിന്റെ അടുത്ത് പറഞ്ഞതുപോലെയാണെന്ന് തോന്നുന്നു. ഇന്ന് എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഈ കൊച്ചിന് കൊടുത്തിട്ടുണ്ട്? എന്തോ PA ആക്കാന്നോ 10 കോടി മന്ത്ലി സാലറി കൊടുക്കാന്നോ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? Vasu, Parindu Vasu, right? We have arrest warrant against him. പുള്ളി പറയുന്ന പുള്ളി ഇന്നസെന്റ് ആണെന്നാണല്ലോ പറയുന്നത്. പിന്നെ എന്ത് No, we have call recording. We have call recording that he killed Cuckoo and he buried down Cuckoo in 10067. Yes. മാഡം ഇവരൊക്കെ ആരായിരുന്നു? വാസ്തുണ്ട് PO അല്ലായിരുന്നു മാഡം? Cuckoo was PA? No. No. അല്ല നമ്മുടെ അടുത്ത് PA റിലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല PA ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ എപ്പോഴോ? അത് മാഡത്തിന് അറിയത്തില്ല. The case documents. No. I have the case documents. I'll give you if you want. അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? Cuckoo's mother came complaining that Cuckoo's missing. Okay, Cuckoo got kidnapped maybe and accusing Vasu behind this case. So she thinks that she has done something. Vasu has done something to Cuckoo maybe. And she pressurized so much. Your family house was also searched, right? This lady came to PD and she is pressurizing us so much with her talks. Madam, case എന്നത് ആ കുട്ടിയുടെ അമ്മ അമ്മ വന്നൊരു കേസ് കൊടുക്കണമെങ്കിൽ the reason എത്രത്തോളം മോശമായിരിക്കും സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കാമല്ലോ. Exactly, sir. And one more thing, this Vasu guy gave a promise to Cuckoo's mother and Cuckoo that he will marry her. Oh my god. Unbelievable. But the promise not only Cuckoo, Ellie also. എനിക്ക് ഈ കണ്ട എത്ര കൊച്ചുങ്ങളുടെ എത്ര പെൺകുട്ടികളുടെ പ്രാക്കാണ്. മാഡം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. There are few more things against Vasu. I will tell you. This he promised Cuckoo. Last girl complaint was about Cuckoo's marriage proposal. Okay. He promised Cuckoo and he tells that 10 years he is wearing mala for Sabrimala. He is fasting for Sabrimala and he can't marry. Before that he promised Ellie getting married. They were living in relationship like a husband and wife. And before that there are few more girls. Amma mentioned Kanmani also. Kanmani seems to be missing, but this Ellie told me. Not Ellie. Madam, you don't know about Esther case? Esther case, no. One case I know. This case I know. First case is Ammu. Ammu Kutti has one kid by that is first one. Second, Kanmani, Susan, these all names Amma mentioned. Amma told me these all names that these guys are missing, and Kanmani also. But Alina told me that Kanmani is not missing. Not Ellie also is not missing. Ellie went to complete her studies. But I